ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാനൊരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് എന്നാൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഈ ഒരു ബട്ടർ നാൻ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാലിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗറും അതേപോലെ ഈസ്റ്റും ആണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റാനായിട്ട് വെക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് ശേഷമുള്ള കൺസിസ്റ്റൻസി ആണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ബട്ടറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 50 ഗ്രാമാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ അത് പുറത്തെടുത്ത് വെക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് നല്ല എളുപ്പം ഉണ്ടാവും. ഇനി നമുക്ക് മൈദ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിലേക്ക് 3 കപ്പ് മൈദയാണ് കേട്ടോ ആവശ്യമായിട്ട് വരിക. പിന്നെ മൈദന്റെ ടെക്സ്ചറിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കണം. ഞാനിപ്പോൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാത്രം മാറ്റിയിട്ട് കുറച്ചും കൂടെ വലിയ പാത്രം എടുത്തിട്ടുണ്ട്. കാരണം ഇത് പൊന്തി വരുമ്പോൾ ഇതിന് സ്പേസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ്. ഇനി മുകളിലായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് 2 to 5 hours ഒക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് ഒരു 5 hour കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതാ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൺസിസ്റ്റൻസി ഒക്കെ. അപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഒന്നുകൂടി നന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ബോൾസ് ആക്കി പരത്തി എടുക്കാം. അപ്പോൾ പരത്തി എടുത്തിട്ടുള്ള ഈ ഒരു ഷീറ്റിനെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. വേണമെങ്കിൽ നമുക്ക് അടുപ്പിൽ തന്നെ ഡയറക്റ്റ് വെച്ചിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നാനാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇത് കഴിക്കാനായിട്ട് പറ്റുക. പിന്നെ ഓരോ മറിച്ചിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ കുറച്ച് ബട്ടർ എടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് ഈ ഒരു ബട്ടർ നാൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് 2 മല്ലിച്ചപ്പും കൂടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ടേസ്റ്റ് കൂട്ടും മീൻസ് അതാണ് അതിൻ്റെ ടെക്സ്ചർ വന്നിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനിതിന് കോംബോ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ടർക്കിഷ് ചിക്കൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ടർക്കിഷ് ചിക്കനും ബട്ടർ നാനും വന്നിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.